മലയാള സിനിമയിലെ ജനപ്രിയ നായകൻ എന്നറിയപ്പെടുന്ന നടനാണ് ദിലീപ്. മിമിക്രി വേദിയിൽ നിന്നും സിനിമയിലേക്ക് എത്തിയിട്ടുള്ള ദിലീപ് എല്ലാ തുടക്കക്കാരും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെല്ലാം താണ്ടി തന്നെയാണ് ഒരു നടനായത്. ചെറിയ വേഷങ്ങളെല്ലാം അഭിനയിച്ചിരുന്ന ദിലീപ് ആദ്യം നായകനാകുന്നത് മാനത്തെ കൊട്ടാരം എന്ന സിനിമയിലൂടെയാണ്. ഗോപാലകൃഷ്ണൻ എന്നായിരുന്നു ദിലീപിന്റെ യഥാർത്ഥ പേര്. എന്നാൽ സിനിമയിലെത്തിയപ്പോഴാണ് ദിലീപ് എന്ന പേര് സ്വീകരിച്ചത്. നടി മഞ്ജു വാര്യരുമായുള്ള പ്രണയവും വിവാഹവും വിവാഹമോചനവുമെല്ലാം ദിലീപിന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴിയൊരുക്കി. എന്നാൽ നടി ആക്രമിക്കപ്പെട്ട കേസിലും ദിലീപിന്റെ പേര് പരാമർശിക്കപ്പെട്ടതോടെ അദ്ദേഹത്തിന്റെ കരിയറും ആശങ്കയിലാവുകയായിരുന്നു. ഇപ്പോഴിതാ നടനും നിർമ്മാതാവുമായ ദിനേശ് പണിക്കർ ദിലീപിനെ കുറിച്ച് സംസാരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കരിയറിന്റെ തുടക്കം മുതൽ അദ്ദേഹം നടന്നു വന്ന വഴികളെക്കുറിച്ചാണ് ദിനേശ് പണിക്കർ സംസാരിക്കുന്നത്. ഒരു സാധാരണ മിമിക്രിക്കാരനായിരുന്ന ഗോപാലകൃഷ്ണനിൽ നിന്നും ദിലീപ് എന്ന ഒരു നടനായി മാറി. പിന്നീട് സിനിമയിൽ നിന്നും ഒരു പക്ക ബിസിനസ്മാനായി മാറി. ഒരു തിയേറ്റർ ഓണറും ഡിസ്ട്രിബ്യൂട്ടറും പ്രൊഡ്യൂസറും പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ഹോട്ടൽ ബിസിനസ്സും ചെയ്തു. ഇതെല്ലാം ചെയ്യണമെങ്കിൽ ഒരു സാധാരണക്കാരനെ കൊണ്ട് സാധിക്കില്ല. കാരണം ഒന്നോ രണ്ടോ ബിസിനസ് ഒന്നിച്ചു കൊണ്ടുപോകുമ്പോൾ തന്നെ വെള്ളം കുടിച്ച ആളാണ് ഞാൻ. എനിക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന്. പക്ഷേ അതെല്ലാം പുള്ളിയെ കൊണ്ട് സാധിക്കും. അതിനുള്ള കഴിവ് പുള്ളിക്കുണ്ട്. ആ കഴിവിനെ ബിസിനസ് അക്യൂമെന്റ് എന്നാണ് പറയുന്നത്. അത് പുള്ളിക്കുണ്ട് എന്നാണ് ദിനേശ് പണിക്കർ പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും കൂടുതൽ സിനിമ സീരിയൽ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.